ഇഷ്ടമല്ല. എപ്പോഴും പറയും റൂമിൽ ഒറ്റയ്ക്കാണമ്മ അതെനിക്ക് വിഷമാവും. അയ്യടാ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ മീൻ പൊരിച്ചത് 2 കഷ്ണം, ലൈക്ക് ഒരെണ്ണം മോനും ഒരെണ്ണം മോൾക്കും, അങ്ങനത്തെ കണക്കൊക്കെ ഉണ്ടായിരുന്നോ പണ്ട്? അങ്ങനെ ഇല്ല. അവർക്ക് ഇഷ്ടമുള്ളത് ഞാൻ അങ്ങോട്ട് വെക്കും, ബൗളിൽ വെക്കും. അവർക്ക് ഇഷ്ടമുള്ളത് അവരെടുത്ത് കഴിക്കും. അത് അങ്ങനെ ഇന്ന മോക്കാണ് അങ്ങനെയില്ല. രണ്ടുപേരും വലിയ മൊന്തല്ലേ കുടിക്കുന്ന അവളെ കൈക്ക് ബലം ഇല്ലാത്തോണ്ട് അവള് കൈ അതിന്റെ ഇടിച്ചിടും. അവള് പക്ഷെ എല്ലാ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. അവള് അങ്ങനെയാണ്. അവള് എന്ന് വെച്ചാൽ അവളതിലൊരു കുറവ് വരാൻ അവള് സമ്മതിക്കൂല. അത് ഇപ്പോഴും അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്ത് എന്നിട്ടും അവക്ക് ആ ശീലം തന്നെ അവൻ്റെ കൂടെ ഇപ്പോഴും. ഓക്കെ. അപ്പൊ സ്കൂൾ ലൈഫ് കഴിഞ്ഞു. സ്കൂളിൽ എന്ന് പറഞ്ഞാല് ഇപ്പം പറഞ്ഞു പഠിത്തത്തിലൊന്നും അങ്ങനെ. കോളേജിലേക്ക് വരുമ്പോ എങ്ങനെയായിരുന്നു? കോളേജിൽ ആദ്യം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ടൂൺസ് അക്കാഡമിയിലാണ് പോയത്. അവിടുത്തെ കാര്യമൊന്നും എനിക്ക് അത്ര പോരാ. കാരണം വീട്ടിൽ നിന്ന് പോയി നമുക്ക് അതിനെപ്പറ്റി അറിയാം. മര്യാദക്കാരനായിരുന്നല്ലോ, അപ്പൊ നമുക്ക് അതല്ലേ അറിയാവൂ. പിന്നെ AJ കോളേജിലാണ് ഡിഗ്രി പഠിച്ചത്. അപ്പൊ അവിടെ നിന്നാണ് ഒരിക്കൽ സാറ് എന്നെ വിളിപ്പിച്ചത്. അവിടെ എന്തോ ഒരു കുരുത്തക്കേട് പറയാനല്ലേ, കൂട്ടുകാരോടെ ഇത്തിരി ഉണ്ടാക്കി. അങ്ങനെ അല്ലാതെ വേറെ ഒരു പ്രശ്നവും അങ്ങനെ ഇതുവരെയും ഇല്ല. നാട്ടുകാർക്കും അതാണ് എന്നെ കൂടി നല്ല അഭിപ്രായമേ ഉള്ളൂ. ചേട്ടൻ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയത് എപ്പോഴാ? ഏറ്റവും എന്തിന്റെ പേരില്ല വഴക്കുണ്ടാക്കി? ചേട്ടൻ ചിരിച്ച ഫേസ കണ്ടിട്ടുള്ളൂ സിനിമയിലാണെങ്കിലും. കോളേജിൽ പോകുന്ന സമയത്ത് സെക്കൻഡ് ഇയർ ആയിരുന്ന ഒരു പയ്യൻ ഇതുപോലെ ടീഷർട്ട് ഇടുമായിരുന്നു. അപ്പൊ എനിക്ക് വണ്ണമുള്ളതുകൊണ്ടായിരുന്നു പുള്ളി ചുമ്മാ എന്നെ കളിയാക്കുന്ന ഒരു ബോഡി ഷേമിങ് പരിപാടിയാ. അങ്ങനെ എനിക്ക് പരിചയമുള്ളൊരു കൊച്ചുമായിട്ട് ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ഇവിടെ സ്കൂളിലുണ്ടായിരുന്ന. അപ്പൊ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും പുള്ളി ഓടി വന്നിട്ട് എന്നെ നെഞ്ചത്തിങ്ങനെ അടിച്ചിട്ട് വേറെന്തോ ഡയലോഗ് പറഞ്ഞു. അപ്പൊ എനിക്കിത് പൊളിഞ്ഞു. കാരണം കൂടെ നിന്ന പെൺകൊച്ചും ഇത് കേട്ടിട്ട് ചിരി, കൂടെ എല്ലാവരും ചിരിച്ചപ്പോൾ എനിക്ക് പൊളിഞ്ഞപ്പോഴത്തേക്കും അന്ന് എൻ്റെ കൂട്ടുകാരെല്ലാരും കൂടെ ചെറിയൊരു അത് വലിയ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നീട് ജസ്റ്റ് ഒന്ന് വീട്ടിൽ ഇൻഫോം ചെയ്ത് പിന്നെ ഒരു 10 ദിവസം സസ്പെൻഷൻ തന്നത്ര. ഇടിച്ചോ? ചെറിയൊരു ഇടി ഉണ്ടായോ? അങ്ങനല്ല, പെട്ടെന്ന് എല്ലാരും കളിയാക്കിയപ്പോഴത്തേക്ക് എനിക്കത് ആ സമയത്ത് ഓക്കെ. അപ്പൊ ചേട്ടൻ വാഴയിലാണ് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടർ ചേട്ടൻ എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? അത് എനിക്ക് തോന്നുന്നു എനിക്ക് ഏകദേശം ഒരു 80% കറക്റ്റാണ്. കാരണം വേറൊന്നല്ല, ഈ ഇടയ്ക്ക് നമ്മള് അധികം പഠിത്തത്തിലാണെങ്കിലും നമ്മളധികം ഇതിലൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഒക്കെ അവൻ ജയിച്ചു പോകും. പിന്നീട് ഒരു ജോലിയല്ലേ, ആ ജോലി കിട്ടാനുള്ള ഒരു പാടാണ്. ആ ഒരു ജോലി കിട്ടുന്ന സമയം വരെയുള്ള ആ സമയത്ത് നമ്മൾ ആ കുട്ടികൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. കൂടെ ഉള്ളൊരു ജോലി കിട്ടിയാലും അത് നമുക്കാണ്, നമ്മുടെ മണ്ടയിലാണ്. കൂടെ ഉള്ളൊരു കല്യാണം കഴിച്ചാലും അതും നമ്മുടേതാണ്. എന്ത് കെട്ടിക്കൂടിയെന്ന് ചോദിക്കും. ഇത് തരണം ചെയ്ത് പോകാൻ ഭയങ്കര പാടാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും ഡാർക്കായിട്ടുള്ള ഒരു കാര്യമാണത്. അതല്ലേ ചോദിച്ചത്? അതിൽ ഏകദേശം 90% ഇതുപോലുള്ള കുട്ടികളുടെ അവസ്ഥയാണ്. അതെല്ലാരും എല്ലാ അതെ, എല്ലാ ആൺകുട്ടിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അമ്മ വാഴ കണ്ടപ്പോ അമ്മയുടെ ഒരു ഇതെങ്ങനെയായിരുന്നു? വാഴ ഇന്നതാവണം, അതിലവന് എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചത്. ഇതില് ഇവൻ മനസ്സിൽ സിനിമയും വെച്ചോണ്ടാണ് മുമ്പോട്ട്. അപ്പൊ നിനക്ക് പറ്റത്തില്ല, അത് ഞാനും പറഞ്ഞിട്ടുണ്ട്. മക്കളെ നിനക്ക് ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറ്റൂല മക്കളെ, പറ്റൂല, നമുക്ക് വലിയ ഗൾഫിൽ കയറിപ്പോ. അപ്പൊ ഒരുവിധമുള്ള എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ കയറിപ്പൊക്കോ, നമുക്ക് കയറിപ്പൊക്കോ. ആൾക്കാർ ഇങ്ങനെ ഗൾഫിൽ അവിടെ ഏതൊക്കെ ബന്ധുക്കളുണ്ട്, അവർ ഏത് ഫീൽഡിലാണെന്ന് നോക്കുമ്പോ, എന്നിട്ട് അതെല്ലാം പഠിപ്പിക്കും. സർവേ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ അങ്ങനെ പക്ഷെ അവന്റെ മനസ്സിൽ ഇത് ഇരിക്കുന്നിടത്തോളം കാലം വേറെ ഒന്നും ശരിയാവൂല. അങ്ങനെ അവൻ ഇതിൽ തന്നെ എത്തി. അത് ആത്മാർത്ഥമായോണ്ട് ആഗ്രഹിച്ചുകൊണ്ടാണ്. ചേട്ടൻ അഭിനയിച്ച സിനിമയിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? ക്യാരക്ടർ ഗുരുവായൂരമ്പല നടയില് അതിലെ ആ തത്തക്കൂടും വെച്ചോണ്ട് നിക്കുന്ന
അതാണ് എനിക്ക് ഇഷ്ടമായത്. കൊറേ ചിരിക്കാനുണ്ടല്ലോ. ഇനി എങ്ങനത്തെ ഒരു ക്യാരക്ടർ ചേട്ടൻ ചെയ്ത് കാണണം എന്നാണ് അവൻ ഒരു സീരിയസ് വേഷം ചെയ്ത് വില്ലൻ ക്യാരക്ടർ ആയാലും വില്ലനല്ല, വില്ലനായാലും കുഴപ്പമില്ല. അങ്ങനെ എപ്പോഴും അവൻ ചിരിക്കണ ഒരു കഥാപാത്രം. നമുക്കൊരു ഇങ്ങനെ നോക്കുമ്പോ ഒരു വില്ലൻ ലുക്ക് ഒരു എപ്പോഴും ഇതല്ലേ, എല്ലാ ഹാസ്യം അങ്ങനെയല്ലേ, ഒരെണ്ണം മാറ്റി കിട്ടണമെന്ന് ആഗ്രഹമാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഓഫേഴ്സ് വരുന്നുണ്ടോ? സീരിയസ് ക്യാരക്ടേഴ്സ് ലൈക്ക് വേറെ ജോണറിലുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടോ? വരുന്നുണ്ട്. 1-2 പരിപാടികൾ ചെയ്യും. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മള് ചേട്ടന്റെ കുട്ടിക്കാലത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അമ്മയുടെ കുട്ടിക്കാലത്തിനെ പറ്റി ചേട്ടൻ എന്തൊക്കെ അറിയാം? അമ്മയുടെ കുട്ടിക്കാലം 1974 പറഞ്ഞേ. 74. അമ്മയ്ക്ക് ഒരു 20 വയസ്സോ 19 വയസ്സോ ആയപ്പോഴത്തേക്കും കല്യാണമായി. നേരത്തെ അച്ഛനുമായിട്ട് പ്രേമത്തിലൊക്കെ ആയിരുന്നു. അതിന് മുമ്പുള്ളത് പ്രീ ഡിഗ്രി പഠിച്ചപ്പം, അന്ന് പ്രീ ഡിഗ്രി അന്നേരം അവിടെ വെച്ച് പരിചയപ്പെട്ട് അവന് അന്നൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. എന്നിട്ടും രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് നിന്നു. പിന്നെ വീട്ടുകാർ പതുക്കെ അവര് അക്സെപ്റ്റ് ചെയ്ത്. എന്നാലും അന്ന് ജാതി അങ്ങനെ അങ്ങോട്ട് പോയാലേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടല്ലോ ചില പ്രശ്നങ്ങൾ. അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും അന്ന് രജിസ്റ്റർ വിഭാഗമാണ് കഴിച്ചത്. അന്ന് കല്യാണമായിട്ട് നടത്താൻ പറ്റില്ല. ബന്ധുക്കൾ ആരും സഹകരിക്കില്ല. അങ്ങനെ ഇപ്പൊ 33 വർഷമായി. അമ്മയുടെ കുട്ടിക്കാലത്തിനെ പറ്റി അമ്മ എങ്ങനെയായിരുന്നു? കുസൃതിയുള്ള കൂട്ടത്തിലായിരുന്നോ? അതോ പാവമായിരുന്നോ? മിണ്ടാപ്പൂച്ചായിരുന്നോ? എങ്ങനെയായിരുന്നു? അമ്മ പാവം, മിണ്ടാപ്പൂച്ചല്ല. എന്റെ അനിയത്തിയുടെ സെയിം ക്യാരക്ടർ. എന്നെ ഇടിച്ചെന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കൊച്ചു ഗുണ്ടയാണ്. വീട്ടിലെ അമ്മ പറയുന്ന കറികളൊക്കെ മാത്രമേ വെക്കാവൂ. അമ്മയുടെ അമ്മ വായിക്കണ ബുക്കുകൾ ആരെങ്കിലും വന്നെടുത്താ അവര് ചീത്തയൊക്കെ വിളിക്കുന്നവരാ. ഭയങ്കര സീനായിരുന്നു. അതെന്തെന്നറിയാമോ, എന്റെ ബുക്കുകൾ ആരെങ്കിലും എടുത്തോണ്ട് പോകും. നമ്മളെ വീട്ടിലെല്ലാം വരും. പൂമ്പാറ്റ, ബാലരമ, അങ്ങനെ. അപ്പൊ അത് ആരെങ്കിലും വന്ന് ഞാൻ വായിച്ചിട്ട് വെച്ചിട്ട് സ്കൂളിൽ പോയിട്ട് വരുമ്പോ അപ്പുറം ഇപ്പുറമുള്ള പിള്ളേർ അതെടുത്തോണ്ട് പോകും. പിന്നെ അവര് തിരിച്ചു തരൂല. അപ്പൊ എനിക്ക് പ്രശ്നമാണ്. ഞാൻ അത് അടുക്കി വെക്കും. വീട്ടിലൊക്കെ പോയി പിന്നെ വാങ്ങിച്ചോണ്ട് വരും. വാങ്ങിച്ചോണ്ട് വന്ന് അവിടെ വെക്കും. പിന്നെ 3 ആങ്ങളമാരുടെ ഇടയിൽ ഞാൻ ഒരാളായിരുന്നു. അപ്പൊ അതിൻ്റെതായ ഒരു ഇതുണ്ടായിരുന്നു. എന്റെ അണ്ണനാണ് എന്നെ ഒരുപാട് സ്നേഹിച്ചത്. ആ അണ്ണൻ വലിയ മാച്ചൻ എന്ന് പറഞ്ഞില്ലേ, പോയി 36-ാമത്തെ വയസ്സിൽ ആക്സിഡന്റ് ആയിരുന്നു, മരിച്ച്. പുള്ളി പോയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പുള്ളിയാണ് ആദ്യം തന്നെ ഒരിക്കലും മറ്റേ സ്റ്റേജിലൊക്കെ ഡാൻസ് 4 വയസ്സായി പറഞ്ഞത് പുള്ളിയാ. പുള്ളി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സത്യന്റെ ഒക്കെ എനിക്ക് അന്ന് പഠിപ്പിച്ചു തരുവാണ്. പുള്ളി ചെറിയ ഒരു ഫാമിലി എന്തൊക്കെയോ ഇഷ്യൂ ഒക്കെ ആയിട്ട് പുള്ളി സൂയിസൈഡ് ചെയ്യണത്. പുള്ളി ഇല്ല. അതാണ് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനോളം നിന്നെ. അവന് അത് ഒരു വലിയ നഷ്ടമായിരുന്നു നമുക്ക്. അമ്മ എങ്ങനെയായിരുന്നു? അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ കല, ഡാൻസ്, പാട്ട് അതിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും ഇല്ലായിരുന്നേ. ഞാൻ ഓട്ടം, ചാട്ടം അങ്ങനെ എല്ലാത്തിനും എക്സ്പ്രസ് ആയിരുന്നു എനിക്ക്. ഞാൻ കബഡി അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഇവന്റെ അച്ഛന് അങ്ങനെ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ കുറച്ച് നടന്നു. മറ്റേ കുറച്ച് ആൾക്കാർ പോയി കണ്ടിട്ടുണ്ട്. പേരൊന്നും പറയാ അങ്ങനെയൊക്കെ പോയി കണ്ട് വന്നിട്ട് അത് നടന്നില്ല. അത് നടക്കാതെ വന്നപ്പം ഒരു വിഷമമായി. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ആയപ്പോ എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളത്. അവൻ പറ്റിയില്ല, അവന് പറ്റിയല്ലോ എന്ന്, അങ്ങനെ ഒരു സന്തോഷം.